പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമരും നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയാൽ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളോട് പറഞ്ഞ വാക്ക് മാറുമോ? നാം കേട്ട ദൈവശബ്ദം നിറവേറപ്പെടുമോ? പ്രവാചകന്മാരിലൂടെ, നാം തന്നെ ദർശനത്തിലൂടെ, പ്രാർത്ഥനാ റൂമിൽ കണ്ട കേട്ട ദൈവശബ്ദങ്ങൾ, പ്രവചനങ്ങൾ അത് നിറവേറുമോ എന്നൊരു സംശയത്തിൻ്റെ നിഴലിലാണ് ഇന്ന് പലരും. കർത്താവ് പറഞ്ഞ വാക്കിന് വ്യത്യാസം വരുമോ എന്നൊരു ചോദ്യം പലരിലും ഉളവാകുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്കു മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. സാക്ഷാൽ ദൈവപുത്രൻ യേശു കർത്താവ് ശിഷ്യന്മാരെ നിർബന്ധിച്ച് അയക്കുന്ന ഒരു കാഴ്ച, ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. തൊട്ടു മുൻപിലത്തെ നിമിഷത്തിൽ യേശു കർത്താവ് 5 അപ്പം എടുത്ത് 5000 പേർക്ക് പോഷിപ്പിക്കുന്നത് കണ്ണാലെ കണ്ട ശിഷ്യന്മാർ, അത് അനുഭവിച്ച ശിഷ്യന്മാർ, ബാക്കി വന്നത് ചുമന്നുകൊണ്ട് പോകുന്ന ശിഷ്യന്മാർ. ആ യേശു അവരോട് പറഞ്ഞു, അക്കരയ്ക്ക് പോകുവാൻ യേശു അവരെ നിർബന്ധിച്ചു. നിശ്ചയമായി അവർ കണ്ട കാഴ്ചയിലും അവർ അനുഭവിച്ച അനുഭവത്തിലും നിന്നുകൊണ്ട് ഉറപ്പായി അവർക്കൊന്നറിയാം, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതൊന്ന് യേശു ചെയ്തു, സാക്ഷാൽ ദൈവപുത്രനായവൻ ചെയ്തു. അതുകൊണ്ട് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞത് വലിയ നിയോഗമുണ്ട്. വളരെ സന്തോഷത്തോടെ പടകിലേക്ക് കയറി യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരും കൂട്ടരും. ആ തൊട്ടു താഴത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കാൻ തനിയെ മലയിൽ കയറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അപ്പം ശിഷ്യന്മാരെ തന്നെ പറഞ്ഞയക്കുന്ന ഒരു കാഴ്ച ആ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ കയ്യിൽ യേശു വാഴ്ത്തിക്കൊടുത്ത, നുറുക്കിക്കൊടുത്ത, അവർ ഭക്ഷിച്ച് ബാക്കി വന്ന അപ്പക്കഷ്ണവും അവരുടെ പക്കൽ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുമായി സന്തോഷത്തോടെ പോകുന്ന ഒരു സാഹചര്യത്തിൽ പല നാഴിക ദൂരം, കര വിട്ട് പടക് പല നാഴിക ദൂരത്തെത്തിയപ്പോൾ പടകിന് ഇളക്കം തട്ടി തുടങ്ങി, കൊടുങ്കാറ്റുകൾ അടിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അവർ കണ്ണാലെ കാണുന്ന കാഴ്ച, അക്കരയ്ക്ക് പോകാൻ പറഞ്ഞ യേശുവിൻ്റെ വാക്കൊരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ അവർ പല നാഴിക ദൂരത്ത് പടക് കരവിട്ട് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ കാണുന്ന കാഴ്ച, പടക് ആടി ഉലയുന്ന വല്ലാത്ത സങ്കീർണമായ ഒരവസ്ഥ. മനുഷ്യര പെട്ടെന്ന് ചിന്തിക്കുന്നത്, എടാ പറഞ്ഞത് യേശു ആണല്ലോ അക്കരയ്ക്ക് പോകാൻ. കൂടാതെ നിർബന്ധിച്ചു എന്നാണ് ആ വാക്യത്തിൽ വായിക്കുന്നത്. നിർബന്ധിച്ചു. യേശു നിർബന്ധിച്ച് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന് പ്രതികൂലം, എന്തിന് പ്രതിസന്ധി വന്നു എന്നൊരു ചോദ്യവും അവിടെ ഉടലെടുക്കാം. പത്രോസും അന്ത്രയോസും യോഹന്നാനും യാക്കോബും അവിടെ കൂടിയിരുന്നവരെല്ലാം എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, യേശു അല്ലേ പറഞ്ഞത് അക്കരയ്ക്ക് പോകാൻ. പക്ഷെ പാതി വഴിയിൽ എവിടെയോ യാത്ര അവസാനിക്കുന്നത് പോലെ, എങ്ങും എത്തിപ്പെടാൻ കഴിയാത്തതുപോലെ പടക് ആടിയുലയുന്നൊരവസ്ഥയിലേക്ക് വന്നില്ലേ? ഈ പടക് കരയിൽ, അങ്ങേ കരയിൽ എത്തത്തില്ലെന്ന് എവിടെയോ ഒരു ചിന്ത വന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർ കേട്ട ദൈവശബ്ദത്തെ സംശയിപ്പിക്കുന്ന നിലയിൽ, ചിലരെ കേൾപ്പിച്ച ദൈവശബ്ദത്തെ അപ്പാടെ മറന്നു കളഞ്ഞ് ദൈവത്തെ തന്നെ കുറ്റം പറയുന്ന നിലയിൽ സാത്താൻ ചില തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ, ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ, ആത്മാഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഒന്ന് മനസ്സിലാക്കണം. പറഞ്ഞവൻ, ഇറങ്ങി തിരിച്ചവൻ, ആമീൻ, കൈക്ക് പിടിച്ചവൻ,
വിളിച്ചവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ പാതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കാൻ പറയുന്നവനല്ല. പാതി വഴിയിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ നമ്മെ നേരിടുന്നുണ്ടെങ്കിൽ, പ്രതികൂലങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനെയും തരണം ചെയ്യുവാനുള്ളൊരു ദൈവകൃപ നമുക്ക് പകർന്നു തരുവാൻ കരുത്തുള്ളവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പല നാഴിക ദൂരത്ത് പടക് യാത്ര ചെയ്യുന്ന സന്ദർഭം, ശിഷ്യന്മാരുടെ ഇടയിൽ ചിന്തകളും സംസാരങ്ങളും തോന്നലുകളും വന്നേക്കാം. യേശു പറഞ്ഞിട്ടല്ലേ ഇറങ്ങിത്തിരിച്ചത്? ചിലരുടെ ചോദ്യം ഇന്ന് അതാണ്. എന്തേ കഴിഞ്ഞ 2024 ഞാൻ കേട്ട കുറെ ദൈവശബ്ദമുണ്ട്, 2025 പ്രാരംഭ സമയത്ത് ഞാൻ കേട്ട ദൈവശബ്ദമുണ്ട്, എന്നാൽ നാളിതുവരെ ഒന്നും തന്നെ പ്രാബല്യത്തിൽ വരാതെ, ഒന്നും തന്നെ പ്രാപിച്ചെടുക്കാൻ കഴിയാതെ വല്ലാത്തൊരവസ്ഥ. എന്തുകൊണ്ട്? പറഞ്ഞത് യേശു തന്നെയോ? പറഞ്ഞത് കറക്റ്റാണോ? സത്യം തന്നെയോ എന്ന് ചിന്തകൾ മാറ്റിമറിച്ച് കളയുന്ന ഒരു വല്ലാത്ത അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ദൈവ സന്ദേശം കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതൊന്ന്, ഏതു മനുഷ്യനും പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. കേൾപ്പിക്കപ്പെട്ട ദൈവശബ്ദമാണെങ്കിൽ ആ ദൈവത്തെ സംശയിപ്പിക്കുന്ന നിലയിൽ നാം ഇന്നലകളിൽ ഫേസ് ചെയ്തതിനും അപ്പുറമായുള്ള പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ ആലോചിച്ചോണം, ചിന്തിച്ചോണം. അക്കരെ എത്തിക്കാൻ കരുത്തുള്ള ഒരുവൻ നമ്മുടെ പടക് തേടി വരുമെന്നുള്ളത് മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ വലിയ നിലവിളിയാണ് ഉയരുന്നത്. ഞങ്ങൾ അക്കരെ എത്തുമോ? ഈ കടലിൽ ഞങ്ങൾ അവസാനിച്ചു പോകുമോ എന്ന് വലിയ നിലവിളി ഉയരുമ്പോൾ 4-ാം യാമത്തിൽ യേശു അവരുടെ അടികിലേക്ക് വരുന്നൊരു കാഴ്ച നമുക്ക് താഴോട്ടുള്ള വേദഭാഗത്ത് കാണാൻ കഴിയുന്നു. കർത്താവിന്റെ സ്തോത്രം. അവിടെ യേശു നടന്നു വരുമ്പോൾ യേശു അവരെ കഴിഞ്ഞ കുറെ മണിക്കൂറുകൾ വലച്ചുകൊണ്ടിരുന്ന കടലിന്റെ മുകളിലൂടെ നടന്നാണ് വരുന്നത്. അവരെ വലച്ച് ക്ഷീണിപ്പിച്ച് ഭാരപ്പെടുത്തി അതേ കടലിന്റെ മുകളിലൂടെ അവർ മരണമടഞ്ഞു പോകും, അവർ ഒരു തീരത്തെത്തത്തില്ലെന്ന് പറഞ്ഞ് അലയടിച്ചുയർന്ന അതേ അലകളുടെ അതേ കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്നൊരു കാഴ്ച അവർ കാണുകയാണ്. പ്രിയരെ, ഇന്ന് ഈ സന്ദേശം പറയുമ്പോഴും നാളിതുവരെ വലച്ചുകൊണ്ടിരുന്ന, നാളിതുവരെ പ്രതികൂലങ്ങൾ മാത്രം കണ്ണിന് മുൻപിൽ കൊണ്ടുവന്ന്, പ്രതിസന്ധികൾ മാത്രം ജീവിതത്തിന്റെ പടകിൽ കൊണ്ടുവന്ന് അവസാനിപ്പിച്ച് കളയുമെന്ന് വെല്ലുവിളിച്ച ചില വെല്ലുവിളികളെ നോക്കി, ചില പ്രതികൂല കാറ്റുകളെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിന്റെ മുകളിലൂടെ നടന്നു വരുവാൻ യേശു മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു കാഴ്ച, ആമേൻ, ഇറങ്ങി വരുന്നൊരു അനുഭവം താങ്കളുടെ ജീവിതത്തിലും ഉണ്ടാകും. എത്ര പേര് വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? സംശയിപ്പിച്ച് കളയുന്ന നിലയിൽ വർഷങ്ങളേറെയായിട്ടും ഒരു ദൈവപ്രവൃത്തി കാണാതെ, വർഷങ്ങളേറെയായിട്ടും ദൈവത്തിന്റെ ആ മിശ്രത്തിൽ ഒരു കരം എനിക്ക് വേണ്ടി ചലിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വേവലാതിപ്പെട്ട് വേദനപ്പെട്ടിരിക്കുന്ന ജീവിതത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, താങ്കളെ ഏത് പ്രതിസന്ധിയാണോ വലച്ചത്, ഏത് കാറ്റുകളാണോ അലയടിച്ച് താങ്കളുടെ പടകിനെ മുങ്ങുമാറാക്കി കളയുന്നത്, അതേ അലയടിച്ചുയരുന്ന കൊടുങ്കാറ്റിലും അതേ വെള്ളത്തിലൂടെയും നടന്നങ്ങയുടെ അടുക്കലേക്ക് വരാൻ സർവശക്തിയുള്ള ദൈവം സന്നദ്ധനാണ്. നിരാത്രി ആ ദൈവ സാന്നിധ്യത്തെ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിരാത്രി ആ കർത്താവിന്റെ അരികിലേക്ക് വരും. നാളിതുവരെ ഞാൻ കണ്ടു ഭയപ്പെട്ട ചില കൊടുങ്കാറ്റുകളുണ്ട്, നാളിതുവരെ ഞാൻ അനുഭവിച്ച ചില പ്രതികൂലത്തിന്റെ തിരമാലകളുണ്ട്, അലയടിച്ചുയരുന്ന ചില പ്രതിസന്ധികളുണ്ട്. അതിന്റെ മുകളിലൂടെ കടന്നു വരുന്നൊരു സർവശക്തനുണ്ടെന്ന് വളരെ വിശ്വാസത്തോടും ദൈവാശ്രയ ബോധ്യത്തോടും, അതേ പ്രിയപ്പെട്ടവരെ, നാളിതുവരെ വർഷങ്ങളുടെ കാലപ്പഴക്കം കാണാം ഒരു പക്ഷെങ്കിൽ താങ്കളുടെ പ്രതികൂലത്തിന്. ഇന്ന് രാത്രിയിൽ അതിലെ ചവിട്ടി വരുന്ന, അതിന്റെ മുകളിലൂടെ വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞു തുടങ്ങുക, വിശ്വാസത്തോടെ കർത്താവിന് മഹത്വം കൊടുത്തു തുടങ്ങുക. താങ്കളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യുവാൻ സർവശക്തനായ ദൈവസന്നദ്ധനാണ്. കർത്താവ് എന്തെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ എത്ര വലിയ പ്രതിസന്ധികൾ വന്നോട്ടെ, എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നോട്ടെ, അതിനെ തരണം ചെയ്യുവാനുള്ള ദൈവകൃപയും ദൈവ സാന്നിധ്യവും പരിശുദ്ധാത്മാവ് നമുക്ക് പകരും. അതുകൊണ്ട് വലിയ വിശ്വാസത്തോടെ ദൈവാശ്രയ ബോധ്യത്തോടെ കർത്തൃ സന്നിധിയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.